ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായം സൂറത്തു അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ഏകദേശം അവസാന ഭാഗമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സൂറത്തിലെ 39 ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് 40, 41 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വവുജൂഹുൻ യൗമഇസിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം, അന്ത്യനാളിൽ ചില മുഖങ്ങൾ പ്രസന്നങ്ങളായിരിക്കും, തിളങ്ങുന്നവയായിരിക്കും, അവ ചിരിക്കുന്നവയായിരിക്കും, സന്തോഷിക്കുന്നവയായിരിക്കും എന്നൊക്കെയാണ്. അത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ അതിനൊരു മറുവശമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അവരെക്കുറിച്ചാണ് പിന്നീടുള്ള ഈ 2 ആയത്തുകളിൽ പറയുന്നത്. അതായത് 40, 41 എന്നീ ആയത്തുകളിൽ പറയുന്നത് നരകത്തിലേക്ക് പോകുന്ന ആളുകളെക്കുറിച്ചാണ്. വവുജൂഹുൻ യൗമഇസിൻ അലൈഹാ ഗബറ. വവുജൂഹുൻ, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ 38-ാമത്തെ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ വുജൂഹുൻ യൗമഇദിൻ എന്ന് പഠിച്ചു. ഇവിടെ വ വുജൂഹുൻ യൗമഇദിൻ, ഒരു വാവ് അധികം വന്നിട്ടുണ്ട് തുടക്കത്തിൽ. അത് അത്ഫിന് വേണ്ടിയിട്ടാണ്, ചേർക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ട് മുമ്പത്തെ ആ കാര്യത്തിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് പറയാൻ വേണ്ടിയിട്ട്. വ വുജൂഹുൻ, എന്നർത്ഥത്തിൽ. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് ഉപയോഗിക്കൂലേ, ആ രൂപത്തിൽ. അത് ആ വാവ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വുജൂഹുൻ, മുഖങ്ങൾ, ചില മുഖങ്ങൾ. തൊട്ട് മുമ്പത്തെ ആയത്തിൽ വന്ന അതേ പദപ്രയോഗം. വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമഇദിൻ, അന്ന്, അന്നേ ദിവസം. അപ്പോൾ തുടക്കത്തിലുള്ള വാവിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്നാൽ എന്നർത്ഥം പറയാം. തൊട്ട് മുമ്പ് ഒരു വിഭാഗം മുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഒരു വിഭാഗം മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു. ഇനി മറ്റൊരു വിഭാഗം മനുഷ്യരെക്കുറിച്ച് പറയാണ്. അതുകൊണ്ട് വ വുജൂഹുൻ, എന്നാൽ മറ്റു ചില മുഖങ്ങൾ, അങ്ങനെ പറയാം. വ വുജൂഹുൻ, എന്നാൽ മറ്റു ചില മുഖങ്ങൾ. യൗമഇസിൻ, അന്ന്. അലൈഹ, അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണല്ലോ അർത്ഥം, അല്ലേ? ഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ, അവയുടെ. അലൈഹ, അവയുടെ മേലുണ്ട്. ഏതിൻ്റെ മേലെ? ആ മുഖങ്ങളുടെ മേലെ. അതുകൊണ്ടാണ് സ്ത്രീലിംഗ രൂപത്തിൽ അലൈഹ എന്ന് പറഞ്ഞത്. അവയുടെ മേൽ ഉണ്ട്. എന്താണുള്ളത്? ഗബറ. ഗബറ എന്ന് പറഞ്ഞാൽ പൊടി എന്നാണ് അർത്ഥം. ഗബറത്ത്, പൊടി, പൊടിപടൽ എന്ന് പറയില്ലേ. ശരിക്കത് ഗബാറുൻ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപമാണ് ഗബർ. അപ്പോൾ വ വുജൂഹുൻ യൗമഇസിൻ അലൈഹ ഗബറ, എന്നാൽ മറ്റു ചില മുഖങ്ങൾ അന്നേ ദിവസം അവയുടെ മേൽ പൊടി ഉണ്ടായിരിക്കും, പൊടി പുരണ്ടതായിരിക്കും. വിശദീകരണം നമുക്ക് പിന്നീട് പറയാം, അടുത്ത ആയത്തൂടെ പറഞ്ഞിട്ട്. അടുത്ത ആയത്ത് തർഹഖുഹ ഖതറ. തർഹഖുഹ, റഹിഖ എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്തു, മൂടി എന്നൊക്കെയാണ് അർത്ഥം. ഒന്നിൻ്റെ മേലെ വേറൊന്ന് വന്ന് മൂടൂലേ, ഒന്നിൻ്റെ മേലെ മറ്റൊന്ന് കയറി വരുമല്ലോ, അങ്ങനെയൊക്കെയുള്ളതിനാണ് റഹിഖ എന്ന് പറയാം. മൂടി വന്നു അല്ലെങ്കിൽ ആവരണം ചെയ്തു എന്നൊക്കെ. റഹിഖ എന്നുള്ളതിൻ്റെ മുലാരിയാണ് യർഹഖു, തെർഹഖു, അങ്ങനെയൊക്കെ. യർഹഖു അല്ലെങ്കിൽ തെർഹഖു എന്നൊക്കെ പറയുമ്പോൾ ആവരണം ചെയ്യുന്നു, മൂടുന്നു. എന്താണ് ആവരണം ചെയ്യുന്നത്? അത് പറയുന്നുണ്ട് പിന്നീട്. എന്താണ് ഇതിൻ്റെ മേലെ ആവരണം ചെയ്യുന്നത്? തർഹഖുഹ,
അതിനെ ആവരണം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ മൂടുന്നു, അല്ലെങ്കിൽ അവയെ ആവരണം ചെയ്യുന്നു, ആ മുഖങ്ങളെ, അല്ലെങ്കിൽ ആ പൊടിയെ എന്നും പറയാം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു മുഖങ്ങളുടെ മേൽ പൊടി ഉണ്ടാവുന്നു, ആ പൊടിയുടെ മുകളിൽ മൂടി വരുന്നു എന്നോ, അല്ലെങ്കിൽ ആ പൊടിയെ ആവരണം ചെയ്യുന്നു എന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ മുഖങ്ങളെ ആവരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മുഖങ്ങളുടെ മേലെ മൂടി വരുന്നു, അങ്ങനെയും പറയാം. തെർഹഖുഹ, അവയെ ആവരണം ചെയ്യുന്നു, ആ മുഖങ്ങളെ. ഇനിയിപ്പോൾ പൊടിയുടെ മേലെയാണെന്ന് പറഞ്ഞാൽ പോലും ആ മുഖങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കാരണം മുഖങ്ങളുടെ മേലെയാണല്ലോ പൊടിയുള്ളത്. അപ്പോൾ ആ മുഖങ്ങളെ ആവരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പൊടിയെ ആവരണം ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ എന്തുണ്ട്? തെർഹഖുഹ ഖത്തറ, ഇരുട്ട് അല്ലെങ്കിൽ കറുപ്പ്. ഖത്തറ, ഇരുട്ട് ആവരണം ചെയ്യുന്നു, അല്ലെങ്കിൽ കറുപ്പ് ആവരണം ചെയ്യുന്നു. ഖത്തറത്ത്, ഇവിടെ ഇരുട്ട് എന്നുള്ളതിന് ഉപയോഗിച്ചത് ഖത്തറത്തുൻ എന്നാണ്. അത് സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാണ് തെർഹഖു എന്ന് വന്നത്. മുളാരിയായ രൂപത്തിൽ യർഹഖു ഉപയോഗിക്കുന്നത് പുല്ലിംഗത്തിനും തെർഹഖു ഉപയോഗിക്കുന്നത് സ്ത്രീലിംഗത്തിനുമാണല്ലോ. അപ്പോൾ ഇവിടെ തെർഹഖു എന്ന സ്ത്രീലിംഗം വരാൻ കാരണം എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇരുട്ടിനെക്കുറിച്ചാണ്, കറുപ്പിനെക്കുറിച്ചാണ്. അത് സ്ത്രീലിംഗ പദമാണ്, ഖത്തറത്തുൻ അത്. അപ്പോൾ ആ സ്ത്രീലിംഗ പദം ആയതുകൊണ്ടാണ് തെർഹഖു എന്നുള്ള രൂപത്തിൽ മുളാരി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ യർഹഖു എന്നാണ് ഉപയോഗിക്കുക. ശരി, തെർഹഖുഹ, അതിൻ്റെ മേലെ ആവരണം ചെയ്തിട്ടുണ്ട്. ഖത്തറത്തുൻ, ഇരുട്ട് അല്ലെങ്കിൽ കറുപ്പ്. അപ്പോൾ രണ്ട് ആയത്തുകളിലെയും പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ രണ്ട് ആയത്തുകൾ ഒന്നിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ചില മുഖങ്ങൾ അന്നത്തെ ദിവസം ആകെ പൊടി പിടിച്ചിട്ടുണ്ടാവും. അത് പൊടി പിടിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ മേലെ ഇരുട്ട് മൂടിയിട്ടും ഉണ്ടാവും, കറുപ്പ് മൂടിയിട്ടും ഉണ്ടാവും. മുഖങ്ങളുടെ മേലെ അല്ലെങ്കിൽ ആ പൊടിയുടെ മേലെ ഇരുട്ട് മൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറുപ്പ് മൂടിയിട്ടുണ്ടാവും. ഇതാണ് ഈ രണ്ട് ആയത്തുകളിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യവുമായിട്ടൊന്ന് ചേർത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ചില മുഖങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന, ചിരിക്കുന്ന, തിളങ്ങുന്ന അങ്ങനെയുള്ള മുഖങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ നേരെ മറുവശമാണ് പറഞ്ഞത്, എന്നാൽ മറ്റു ചില മുഖങ്ങളുണ്ട്, അതാകെ പൊടി പിടിച്ചിരിക്കും. ആകെ ആ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ആകെ കറുത്ത്, ആകെ ഒരു ഇരുട്ട് മൂടിയ പോലെ ഉണ്ടാവും ആ മുഖം. അങ്ങനെയുള്ള ചില മുഖങ്ങളുണ്ട്. അപ്പോൾ രണ്ട് വിഭാഗം ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് തരം മുഖങ്ങളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് പറഞ്ഞ ഈ രണ്ട് ആയത്തുകളിൽ പറഞ്ഞത് നരകത്തിലേക്ക് പോകുന്ന നരകാവകാശികളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ്. അവരുടെ മുഖം ആകെ ഇരുട്ട് മൂടിയിരിക്കും, അത് പൊടി പിടിച്ചിരിക്കും. ഈ പൊടി പിടിച്ചത് എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ചില മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായം, അത് ഈ മൃഗങ്ങളിൽ നീതി നടപ്പാക്കിയ ശേഷം അവയെ പൊടിയാക്കും, അല്ലെങ്കിൽ മണ്ണാക്കും. ആ പൊടി നരകവാസികളുടെ മുഖത്ത് വീഴും എന്ന രൂപത്തിൽ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. എന്നാൽ മറ്റൊരു അഭിപ്രായമായിട്ട് പറഞ്ഞത്, ഈ സത്യനിഷേധികൾ അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഈ ഭൂലോകത്ത് ജീവിച്ച ഇത്തരം ആളുകളുടെ മുഖത്ത് ആകെ പരിഭ്രമായിരിക്കും, ആകെ ഒരു ബേജാർ, ഒരു പരിഭ്രമായിരിക്കും. ആ പരിഭ്രമം, ആ ഒരു പ്രയാസം അതൊരു പൊടിയായി അവരുടെ മുഖത്ത് രൂപപ്പെടും എന്ന രൂപത്തിലുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം. ഏതായാലും നമുക്ക് ഈ ഭൂലോകത്ത് വെച്ച് തന്നെ അറിയാം, ഒരു മനുഷ്യന് പേടി വന്നു കഴിഞ്ഞാൽ, അവൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തത് പ്രകടമാവും. അതേപോലെ തന്നെ സന്തോഷം അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, അവന് ഒരുപാട് പ്രതീക്ഷകളും സന്തോഷവും ഒരുമിച്ച് വരുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് അത് പ്രകടമാവും. അപ്പോൾ പരലോകത്ത് വെച്ച് ഇത്തരം ആളുകൾക്ക്, ഈ ഒരു എല്ലാ രൂപത്തിലും തെറ്റായ രൂപത്തിൽ ഈ ഭൂലോകത്ത് ജീവിച്ച ആളുകൾക്ക് അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പാണ് അവരിനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു പേടിയും ആ വെപ്രാളവും ആ പരിഭ്രമവുമൊക്കെ അവരുടെ മുഖത്ത് പ്രകടമാവുകയാണ്. ആകെ കറുത്തിരണ്ട മുഖം, ആകെ പൊടി പിടിച്ച മുഖം, ആ രൂപത്തിലായിരിക്കും അവർ അവിടെ ഹാജരാക്കപ്പെടുക എന്നതാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന സമയത്ത് എല്ലാം മറന്ന് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തെയും
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം അറിഞ്ഞിട്ടും ഈ ഭൗതിക ലോകത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ഇവിടുത്തെ സുഖങ്ങളിൽ മാത്രം ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന സമയത്ത് സന്തോഷിക്കാൻ യാതൊരു വകുപ്പും ഉണ്ടാവില്ല. അതേസമയം ഈ ഭൂലോകത്ത് ജീവിക്കുന്ന സമയത്ത് സ്വയം നിയന്ത്രിച്ച ആളുകൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് മനസ്സ് താല്പര്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ അവർ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി. എന്തിനു വേണ്ടി? നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കണം എന്ന ഒരൊറ്റ കാര്യം കൊണ്ട്, ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ട് ഇവിടെയുള്ള മനസ്സിൻ്റെ പല ആഗ്രഹങ്ങളെയും അവർ കടിഞ്ഞാണിട്ട് നിർത്തി. അങ്ങനെ കടിഞ്ഞാണിട്ട് നിർത്തുന്നതിനുള്ള സമ്മാനമാണ് അള്ളാഹു കൊടുക്കുന്ന സ്വർഗം. അതേസമയം ഈ ഭൗതിക ലോകത്തുള്ള പല സുഖങ്ങളും കണ്ടപ്പോൾ അള്ളാഹുവിനെ മറന്ന്, ഈ അള്ളാഹു പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളെ മറന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ മുന്നോട്ട് പോയ ആളുകൾ, അവർ നാളെ പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും അവയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ല. ഈ ഭൂലോകത്തുള്ള സുഖസൗകര്യങ്ങൾക്കും ഭൗതിക സുഖങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. അങ്ങനെ അവർക്ക് ഇഷ്ടം പോലെ, അവർക്ക് തോന്നിയ പോലെ അവർ ജീവിച്ചു. അവർ നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ അള്ളാഹു അവരോട് മുൻകൂട്ടി പറഞ്ഞ ആ നരകം അവർക്ക് അവരുടെ ശിക്ഷയായിക്കൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വരും. ഇതാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ പഠിച്ച ഈ 2 ആയത്തുകളുടെ ആകത്തുകയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പറഞ്ഞ ഈ ആയത്തിൽ പാരായണ നിയമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വ വുജൂഹുൻ യൗമ ഇതിൻ, ഇത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇന്നലെയും ഇതേപോലെയുള്ള ആയത്തിൽ പദങ്ങൾ വന്നതാണ്. വുജൂഹുൻ യൗമ ഇതിൻ അവിടെ വന്നതാണ്. അപ്പോൾ വുജൂഹുൻ എന്നുള്ളിടത്ത് തൻവീന് വന്നിട്ടുണ്ട്, ലമ്മ തൻവീന്. യാഇൻ്റെ മുമ്പാണ്. യൗമ ഇതിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ യാ ഉണ്ട്, യാഇൻ്റെ മുമ്പിലാണ് തൻവീന് വന്നത്. യാഇൻ്റെ മുമ്പ് തൻവീന് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്ന, മണിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ലയിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. അതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് വ വുജൂഹുൻ യൗമ ഇതിൻ, വ വുജൂഹുൻ യൗമ ഇതിൻ എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. യൗമ ഇതിൻ എന്നുള്ളിടത്തൊരു തൻവീനുണ്ട്, യൗമ ഇതിൻ. ആ തൻവീനിന് ശേഷം വരുന്ന അക്ഷരം ഏതാണ്? അലൈഹ, ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൽഹാർ ചെയ്യണം. ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത് തൻവീനാവണമെന്നില്ല, സുക്കൂനുള്ള നൂന് വന്നാലും അത് തന്നെയാണ് നിയമം. അപ്പോൾ യൗമ ഇസിൻ എന്ന് ആ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അവിടെ മണിക്കാനും ലയിപ്പിക്കാനും ഒന്നും പാടില്ല. ഇത് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾക്ക് മുമ്പിൽ തൻവീനോ സുക്കൂനുള്ള നൂനോ വരുമ്പോഴാണ് ഈ രൂപത്തിൽ നിയമം പറയാം. 6 അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. ഏതൊക്കെയാണ്? നമ്മൾ ഈ സൂറത്തിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ? ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഹംസ അതായത് നമ്മൾ അ എന്ന് പറഞ്ഞത്, പിന്നെ ഹ ഹ, പിന്നെ ഐൻ ഹ. ഇവിടെ ഐന് വന്നിട്ടുണ്ട്. അപ്പോൾ ഐനിൻ്റെ മുമ്പ് തൻവീന് വന്നു. അതുകൊണ്ട് തന്നെ ആ തൻവീനിൻ്റെ നൂനിൻ്റെ ശബ്ദത്തെ വെളിവാക്കണം, ഇൽഹാർ ചെയ്യണം. അപ്പോൾ യൗമ ഇതിൻ, ഇതിൻ അവിടെ എൻ എന്നുള്ള ഉച്ചാരണം പുറത്തേക്ക് കേൾക്കണം. യൗമ ഇതിൻ അലൈഹ ഗബറത്തുൻ എന്നാണ്. ഗബറത്തുൻ അതിൽ അവസാനത്തെ ആ താഇനെ നമ്മൾ പറഞ്ഞിരുന്നു തൊട്ട് മുമ്പത്തെ ആയത്തുകളിലൊക്കെ. ഇങ്ങനെയുള്ള താ കാണുമ്പോൾ അത് സുക്കൂനുള്ള ഹ ആക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഗബറഹ്, ഗബറഹ് ഒരു ചെറിയ ഹ് എന്നുള്ള ശബ്ദമാണ് വരിക, ഗബറഹ് എന്ന രൂപത്തിൽ. അപ്പോൾ ഈ ആയത്തിൽ ഇത്രയാണ് ഈ ആയത്തിൽ നോക്കാനുള്ളത്. അടുത്ത ആയത്തിൽ തർഹഖുഹ ഖത്തറ, അതിൻ്റെ അവസാനം മാത്രമേ നോക്കാനുള്ളൂ. ഖത്തറത്തുൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഹ് എന്നുള്ള രൂപത്തിൽ ചെറിയൊരു ഹാഇന് സുക്കൂനുള്ള രൂപത്തിൽ അതിനെ ഉച്ചരിക്കുക, ഖത്തറത്തുൻ. അപ്പോൾ അവിടെ ഖത്തറഹ്, ഖത്തറഹ് എന്നാണ് പറയാം. ഇനി ചേർത്തി പാരായണം ചെയ്യുകയാണെങ്കിലോ, തൊട്ട് മുമ്പത്തെ ആയത്ത് ഈ ആയത്തിലേക്ക്, അതായത് വ വുജൂഹുൻ യൗമൈദിൻ അലൈഹ ഗബറ കഴിഞ്ഞിട്ട് നിർത്താതെ ഈ ആയത്തിലേക്ക് ചേർത്തി പാരായണം ചെയ്യുകയാണെങ്കിൽ ഗബറത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, പിന്നീട് അടുത്ത ആയത്ത് തുടങ്ങുന്നത് താ വെച്ചിട്ടാണ്. അപ്പോൾ താഇൻ്റെ മുമ്പ് തൻവീൻ ഉണ്ട് എന്ന് പറയാം. താഇൻ്റെ മുമ്പ് തൻവീന് വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ് നിയമം, അതായത് അവ്യക്തമാക്കി മണിക്കുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യുക? അപ്പോൾ ആ ഒന്നാമത്തെ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തിട്ട് വവുജൂഹുൻ യൗമഇസിൻ അലൈഹാ ഗബറത്തുൻ തർഹഖുഹ, ഗബറത്തുൻ
അവിടെ ഖബറത്തുൻ എന്ന് നൂനിനെ വെളിവാക്കാൻ പാടില്ല, മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവ്യക്തമാക്കിക്കൊണ്ടാണ് പറയേണ്ടത്. ഖബറത്തുൻ തർഹഖുഹ എന്നുള്ള രൂപത്തിലാണ് പാരായണം ചെയ്യുക. ഇനി തർഹഖുഹ ഖത്തറ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നിർത്താതെ അടുത്ത ആയത്തിലേക്ക് പോവുകയാണെങ്കിലോ അവിടെ ശ്രദ്ധിക്കണം. അവിടെ ഖത്തറത്തുൻ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത ആയത്ത് തുടങ്ങുന്നത് ഉലായിക ഹംസ വെച്ചിട്ടാണ്. അപ്പോൾ ഹംസയുടെ മുമ്പ് തൻവീന് വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ അവിടെ ഖത്തറത്തുൻ, അവിടെ എൻ എന്നുള്ളത് പുറത്തേക്ക് കേൾക്കണം. അടുത്ത ആയത്തിലേക്ക്, അതായത് അവസാനത്തെ ആയത്തിലേക്ക് 42ാമത്തെ ആയത്തിലേക്ക് ചേർത്ത് ഇതിനെ ഓതുകയാണെങ്കിൽ തർഹഖുഹ ഖത്തറത്തുൻ ഉലായിക, ഖത്തറത്തുൻ ഉൻ അവിടെ വെളിവാക്കണം. ഇങ്ങനെ നൂനിനെ വെളിവാക്കേണ്ട സമയങ്ങളിൽ തൻവീനും സുക്കൂനുള്ള നൂനും ഒക്കെ എഴുതുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഖത്തറത്തുൻ എന്നുള്ളതിൻ്റെ തൻവീൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ കണ്ട തൻവീൻ പോലെയാണോ? അല്ലല്ലോ. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരു കൊളുത്ത് ഇങ്ങോട്ടും മറ്റൊരു കൊളുത്ത് നേരെ തല തിരിച്ചും, അല്ലേ? രണ്ട് കൊളുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിട്ട പോലെ ഉണ്ടാവും. ഇങ്ങനെ എഴുതുമ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ നൂനിനെ വെളിവാക്കണം എന്നാണ്. അപ്പോൾ ഖത്തറത്തുൻ എൻ എന്ന് കേൾക്കണം. അതേസമയം തൊട്ട് മുമ്പത്തെ ആയത്ത് 40ാമത്തെ ആയത്തിൻ്റെ അവസാനം നോക്കൂ, ഖബറത്തുൻ എന്നെഴുതിയത്. ഖബറത്തുൻ എന്നെഴുതിയതിൻ്റെ ആ രണ്ട് ലമ്മുകൾ ഒന്നിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് എഴുതിയിരിക്കുക, അല്ലാതെ തല തിരിച്ച് എഴുതിയിരിക്കുകയല്ല, രണ്ടും ഒരേപോലെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ചേർത്തി പാരായണം ചെയ്യുമ്പോഴൊക്കെ നൂനിനെ വെളിവാക്കാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടുത്തെ നിയമം നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. നമുക്ക് ഈ രണ്ട് ആയത്തുകളൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വവുജൂഹുൻ യൗമഇസിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ. അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും പരമാവധി മറ്റുള്ള ആളുകൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.